അന്ന് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചേ. പക്ഷെ എൻ്റെ കൂടെ വരില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ അത്രമാത്രം ഞാൻ സ്നേഹിച്ച് ജീവിച്ചത്. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് എവളെ പറയിപ്പിച്ച് അച്ഛല്ലാന്ന്. എന്റെ പൊന്നു ചേട്ടാ സത്യത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു. എവന് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു. അവളിപ്പോ ഗർഭിണിയാണ്. അവള് വേറെ ജീവിക്കല്ലേ. ഭാര്യ എന്ന് പറഞ്ഞ അവൻ ജീവനെ കളയും. അത്രയ്ക്ക് ആ പെണ്ണിനെ സ്നേഹിച്ചതാണ്. അജീഷ റൂമിനകത്ത് കിടക്കണം. അത് എപ്പോഴാ റൂമിനകത്ത് 24 മണിക്കൂർ റൂമിനകത്ത് തന്നെ. അവന് അവന്റെ ഭാര്യയായിട്ടുള്ള ജീവിതം കൊണ്ട് ആ ഭാര്യ കൊണ്ടുവന്ന് ക്യാസ് കൊടുത്ത്. ഭാര്യ അവള് വേറെ ഒരുത്തന്റെ കൂടെ പോയി. അവളാ വീട് അവള് 2 വർഷം കൊണ്ട് അവന്റെ പേരിന് ക്യാസും കൊടുത്ത് ഇറങ്ങിപ്പോയോ. 2.5 വർഷമായി, 2.5 മാസമായി. വേറെ ഒരുത്തന്റെ കൂടെ പോയി. അവൻ പിന്നെ 2 വർഷം കൊണ്ട് അവന്റെ പേരിന് ക്യാസും കൊടുത്ത് അവനെ പോലീസ് ജയിലിലും കയറ്റി. അവന്റെ പാസ്പോർട്ട് എല്ലാം അജീഷിന്റെ ഭാര്യ ഇറങ്ങിപ്പോയിട്ട് ഇവനെതിരെ കേസും കൊടുത്തോ? ലെവൻ കേസ് ഒന്നും കേസ് കൊടുത്തിട്ടൊന്നും പോലീസ് പ്രതികരിക്കണില്ല. അജീഷിന്റെ പേര് കേസ് കൊടുത്തേക്കാണോ? അജീഷിന്റെ പേരിന് അവള് കേസ് കൊടുത്തിരിക്കണം. അവളെ അമ്മ കേസ് കൊടുത്ത് അവനെ ജയിലിലൊക്കെ ആക്കി. 2 വർഷമായി. 2 വർഷം കൊണ്ട് അവൻ റൂമിനകത്ത് ഇപ്പൊ 2 വർഷം കൊണ്ട് അവൻ റൂമിനകത്ത് കിടക്കണ്. പിന്നെ ജോലിക്ക് പോവാനും എടുക്കാനും വയ്യ. അവൻ വേറെ വസ്തു വീടുമൊക്കെ വാങ്ങിച്ച് നെടുമങ്ങട്ട് വസ്തു വീടുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ 3 വർഷം കൊണ്ട് അവിടെ ജീവിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനുമായിട്ട് ഒരു ബന്ധം അപ്പോഴില്ല. അവനും അവൻ്റെ ഭാര്യയും ഇട്ട് ജീവിച്ചോണ്ടിരുന്നു. അപ്പം അവൻ ഗൾഫിൽ നിന്ന് വന്ന് 2 മാസത്തെ ലീവിന് വന്നപ്പോഴത്തേക്ക് അവൻ്റെ ജോലി നഷ്ടപ്പെട്ടെന്നും പറഞ്ഞ് അവളെ അമ്മയും അവളും കൂടി കൊണ്ടുവന്ന് അവൻ്റെ പേരിന് ക്യാസ് കൊടുത്ത് ജയിലിലേക്ക് ആക്കി. 5 മാസം 5 ദിവസം ജയിലിൽ കടന്ന് അങ്ങനെ കോടതി ക്യാസ് കൊടുത്ത്. പല 5.5 വയസ്സായ മോളുണ്ട്. മോളെ കാണിക്കില്ല. അവന് മോളെ കാണണം. മോളെ കാണിക്കാതെ പിന്നെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താ ഈ റൂമിൽ തന്നെ കിടക്കുന്നത്? അവിടെ ഇരിക്കും, അങ്ങോട്ട് ഇരിക്കും, നോക്കട്ടെ. അല്ല അങ്ങോട്ട് ഇരിക്കും, കാണട്ടെ. എന്ത് റൂമിൽ ഭയങ്കര വലിയ സാധനങ്ങൾ ഫർണിച്ചർ സാധനങ്ങൾ മൊത്തം അങ്ങ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി അതെല്ലാം ഇപ്പം കുറെ ദിവസം കൊണ്ട് അജീഷ് മദ്യപാനവും തുടങ്ങി. അജീഷ് ആരെടുത്തും മിണ്ടേം ഈ വീട്ടിൽ കിടക്കണ എൻ്റെ അടുത്ത് പോലെ അജീഷ് മിണ്ടൂല. ഈ റൂമിനകത്ത് ഞാൻ കതവിൽ കൊട്ടിയാണ് ആഹാരത്തിന് വിളിക്കണതും ഇറങ്ങി വരണതും കഴിക്കണതും എല്ലാം. നല്ലതുപോലെ എന്ന് വെച്ചാൽ യവനെ പോലെ ഒരു മനുഷ്യൻ ഭാര്യ നോക്കിയിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു അടിയ വഴക്ക വേറെ അടിയ വഴക്ക ഒന്നുമില്ല. നല്ല രീതിയിൽ ആ പെണ്ണിന് ഇഷ്ടാനുസരണ ഡ്രസ്സ് ആയാലും ആഹാരമായാലും ഉരുപ്പടി ആയിരുന്നാലും എല്ലാം. ഈ കിടക്കുന്നത് വരെ എൻ്റെ കഴുത്തി കിടക്കുന്നത് വരെ മോൻ വാങ്ങിച്ചെന്നതാണ്. 10 വർഷം കൊണ്ട് ഞാൻ ഇട്ടേക്കണത്. ഇതെല്ലാം ഇത് അവ മാറ്റിയെന്നതല്ല. 10 വർഷം കൊണ്ട് അവൾക്ക് ഉരുപ്പടി 10 അവൻ്റെ സ്വർണ്ണമാണ് കല്യാണത്തിന് അവൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. അവൻ പൈസ അയച്ചെന്ന് കയറുപിരി മാല വേണമെന്ന് അവള് തന്നെ പറഞ്ഞ് 10 പവൻ്റെ ഒരു സ്വർണം അവൾക്ക് വളയും എല്ലാറ്റും വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാം ഈ 2 വർഷം സത്യം. ഞാൻ അടുത്ത് പറയട്ടെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു നമുക്കൊരു ആണുങ്ങളെ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രയോറിറ്റി ഇല്ല. പ്രയോറിറ്റി നമുക്ക് തരുന്നില്ല. ഒരു പെണ്ണുടെ കേസ് അന്ന് അവളും അവളെ അമ്മയും അച്ഛനും കൂടെ കൊണ്ട് കേസ് കൊടുത്തപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് അകത്താക്കിയാന്ന് റിമാൻഡ് ചെയ്ത്. എന്ത് കറി അന്ന് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചേ. ഞാൻ പറഞ്ഞു സാർ അങ്ങനെയല്ല, അതല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് ഒന്നും കേൾക്കുന്നില്ല. എന്താണ് പോലീസ് സാറ്? ഇല്ല, ഞാൻ ഇങ്ങോട്ട് കടന്നോളാം. ഞാൻ മദ്യം കഴിച്ച് ഇവിടെ തന്നെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല, ഒന്നും ഉണ്ടാക്കില്ല. ഒരു മനുഷ്യന്റെ കൂടെ മിണ്ടേ പറയേ ഒന്നും മദ്യം കഴിക്കും. ഈ റൂമിനകത്ത് വെളിയിറങ്ങൂല. നശിപ്പിച്ച് അത് തന്നെ. എവളിപ്പോ നല്ലോണം ജീവിക്കില്ലേ? എവള് സത്യം പറഞ്ഞ അന്ന് സ്റ്റേഷനിൽ ഇവള് വന്ന് ഇപ്പൊ അവളെ പിടിച്ചോണ്ടിരിക്കുന്ന ആളും അവളെ മാമന്റെ എവന് നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ സത്യം ഞാൻ ഗൾഫിലായിരുന്നു. എനിക്ക് വല്ല സംശയമൊക്കെ ഉണ്ടോ? ഇല്ല. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് പോയതാ. പിന്നെ ആരും സംശയരോഗം ഇല്ല.
എന്നിട്ട് ഞാൻ എല്ലാത്തിനെയും കൊണ്ട് നടന്നത് സത്യം പറഞ്ഞ അവളെ അന്നേരം അമ്മാവന്റെ മോനോട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ടായിരുന്നേ, അതല്ലേ ഇപ്പൊ വിളിച്ചോണ്ട് പോയത്. വിളിച്ചോണ്ട് പോയപ്പോ ഒരുമിച്ച് താമസിക്കല്ലേ, അവളിപ്പോ ഗർഭിണിയാണ്. പിന്നെ അതിനപ്പുറം ഞാൻ എന്താ ചെയ്യട്ടെ? ആരുടെ ഞാൻ പറയട്ടെ? കോടതി പോയി പറയണോ? പോലീസിൽ പോയി പറയണോ? ഇവർക്ക് ആക്ഷൻ എടുക്കണ്ടേ? പോലീസായിട്ട് പറയുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ? എന്റെ മോളെ സത്യം പറഞ്ഞു, എന്റെ മോള് ഞാൻ വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീടും ഞാൻ അയച്ചു തരാം. എന്റെ മോളെ ഞാൻ അത്രമാത്രം ഞാൻ സ്നേഹിച്ച് ജീവിച്ചതേ. സത്യം പറഞ്ഞു, എന്റെ ജീവനാണ് എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവളെ പറയിപ്പിച്ച് അച്ഛല്ലാന്ന്, അച്ചായി അല്ല എന്ന് പറയിപ്പിച്ച് എന്നെ അച്ഛനും വിളിക്കില്ല, അച്ചായി അല്ലാന്ന് പറയിപ്പിച്ച് DSP ഓഫീസില് ആണ് ആണ്. ഞാൻ വേണമെങ്കിൽ ഞാൻ എല്ലാ റെക്കോർഡും ഞാൻ കൊണ്ട് കാണിക്കാൻ തയ്യാറാണ്. പിന്നെ അപ്പുറം എനിക്കൊന്നുമില്ല. പിന്നെ അപ്പുറം എന്ത് ചെയ്യട്ടെ സാറേ? അജീഷ് അവളെ പൊന്നുപോലെ നോക്കും. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മയും സഹോദരങ്ങളും അല്ല, ഇവന് ഭാര്യ എന്ന് പറഞ്ഞ് ഇവ അന്ധമായി സ്നേഹിച്ച് അവൾ പിന്നെ കൊച്ചിനെ പ്രസവിച്ച് ഇവിടെ 1.5 വർഷം ജീവിച്ച് അവൾ എൻ്റെ കൂടെ കിടന്ന് വഴക്കുണ്ടാക്കി. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സറിയാത്ത ഓരോ കാര്യങ്ങൾ ഇവനെ വിളിച്ച് പറയും. അവളെ അമ്മയാണ് ഏറ്റവും വിഷയം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സഹോദരമുണ്ട്, ഞാൻ സഹോദരൻ കെട്ടിച്ചയച്ചാണ് ഞാൻ. അവളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അവരവരുടെ കാര്യം നോക്കും. എനിക്ക് തുണയില്ലെന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് പോലും അവൻ മിണ്ടേ പറയും ചെയ്യൂല. ഞാൻ സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്ത പോലെ ഇവ അറിയൂല. ഇവ ഈ റൂമിൽ നിന്ന് വെളിയിറങ്ങൂല. ആര് വന്നാലും ശരി, അവ ഒന്നും അറിയയില്ല, എടുക്കയില്ല, ഒന്നും ചെയ്യില്ല, റൂം വിട്ട് വെളിയിറങ്ങൂല. ആഹാരം കൊടുക്കണമെങ്കിൽ ഞാൻ കഥവിൽ വന്ന് കൊട്ടണം. ഇങ്ങനെ കൊട്ടുമ്പോഴത്തേക്ക് എന്താ നേക്ക് ഇറങ്ങി വരും, വേണമെങ്കിൽ കഴിക്കും, കറി അങ്ങ് പോകും. അങ്ങനെയാണ് അവൻ ജീവിക്കണേ. ഭാര്യ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അവന് നമ്മളാരും വേണ്ട. ഭാര്യ എന്ന് പറഞ്ഞാൽ അവൻ ജീവനെ കളയും. അത്രയ്ക്ക് ആ പെണ്ണിനെ സ്നേഹിച്ചതാണ്. നമുക്ക് അതിലൊന്നും ഒരു പ്രയാസമില്ല. അത്രയ്ക്ക് സ്നേഹിച്ച് അവൻ കഴിഞ്ഞ് അവൾക്ക് വേറെ വീട് വേണം. ഇവിടുന്ന് ഇവൻ പോവാൻ കാരണം, അവിടെ നെടുമങ്ങാട്ട് വീട് വാങ്ങിക്കാൻ കാരണം ഇവിടെ ആരും പാടില്ല, സഹോദരങ്ങൾക്ക് വരാൻ പാടില്ല. ഇപ്പം ഞങ്ങളാരും വീട് കൊണ്ട് പോവില്ല, ഞാൻ ഇവിടെ പാടില്ല. അങ്ങനെ പറഞ്ഞാണ് അവൻ നെടുമങ്ങാട്ട് വീട് വാങ്ങിച്ചു കൊടുത്ത് 3 വർഷം അവൻ അവിടെ പ്രത്യേകം താമസിച്ചോണ്ടിരുന്ന. അവിടെ നമ്മൾ ആരും പോവേ മരെ ഒന്നും ചെയ്തിട്ടില്ല. ഭാര്യ വേറെ ഒരുത്തണ്ട് പോയില്ലേ? ഭാര്യ വേറെ ഒരുത്തന്റെ കൂടെ പോയി ജീവിക്കല്ലേ? അല്ല, ഭാര്യ തിരിച്ചു വന്ന അവള് വേറെ ഒരുത്തണ്ട് ജീവിക്കല്ലേ? എന്നുവെച്ചാൽ DSP ഓഫീസില് അവള് പറഞ്ഞതാണ് മിസ്റ്റേക്ക് എന്ന് വെച്ചാല് ഇവക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇവക്ക് നേരത്തെ അലിഗേഷൻ ഉണ്ടായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ചേട്ടാ ഞാൻ ഗൾഫിൽ കിടന്നിട്ട് ഇത്രയും കിടന്ന് ഉണ്ടാക്കി പറക്കി ഇവിടെ ഒരു മാസം 40,000-40,000 രൂപ ചേട്ടന് അയച്ചു കൊടുക്കുകയാണ് മക്കൾക്ക്. 40,000 രൂപ എന്നിട്ട് അമ്മയ്ക്കും അയച്ചു കൊടുക്കുകയാണ് ഞാൻ, എല്ലാം അയച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്താ വേണ്ടത്? എല്ലാം അത് തന്നെ. പിന്നെന്താ വേണ്ടേ? ഈ ഗൾഫിൽ നിന്ന് വീടുണ്ടാക്കണം പറഞ്ഞാൽ ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു ഞാൻ എത്ര വെള്ളം ഒടിക്ക് എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ പേഴ്സണൽ ആവശ്യം എന്നും പറഞ്ഞിട്ട് ഞാൻ ഇന്നുവരെയും ഒരിടത്ത് പോയിട്ടും ഒരു വിഷയം ഉണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് അവർക്ക് 2 കൊടുത്ത് 5 വർഷത്തിന് ശേഷം ഒരിക്കൽ ഒരു അടി കൊടുത്തതാണ് ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. എവിടെ തള്ള വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയല്ലേ, നീ എന്തെന്നാ മറ്റാണ് നീ? അപ്പം ഞാൻ പറഞ്ഞ അമ്മ നിങ്ങൾ എൻ്റെ അടുത്ത് ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ അമ്മ എങ്ങനെയാണോ അവളെ അമ്മ അത് തന്നെ. അമ്മ നിങ്ങളത് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എടേ നീ എന്തിനാ അവളെ അടി കൊടുത്തതെന്ന് പറഞ്ഞിട്ട്, ചേട്ടാ അന്ന് അടി കൊടുത്തിട്ടുണ്ടാക്കി പിറ്റേന്ന് രാവിലെ ഇവള് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പുറത്തു പോയി. കുഞ്ഞെൻ്റെ എൻ്റെ കൂടെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് അവരവിടെ ഒരുമിച്ച് ജീവിച്ചു. പിറ്റേന്ന് രാവിലെയാണ് ഇവള് പറയുന്നത് വെച്ചാൽ ചേട്ടാ ഞാൻ പിന്നെ വിളിച്ച് കിട്ടില്ല. പിന്നെ വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കിട്ടിയത്. എന്നിട്ട് പോലീസ്, അതായത് സന്തോഷ് സാറ്, കേസ് കൊടുത്ത്, അതായത് പെണ്ണുങ്ങൾ എന്താ പ്രയോറിറ്റി, അതാണ് കൊണ്ട് കേസ് കൊടുത്തു.
കേസ് കൊടുത്തിട്ട് അതാണ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ അവർക്ക് എന്തുകൊണ്ട് അന്വേഷിക്കാം. നമ്മൾ ആണുങ്ങൾ എന്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്മളൊരു പ്രയോറിറ്റി വേണ്ട, മുൻഗണന വേണ്ട. ഒരു അന്വേഷിച്ചിട്ട് അവർക്ക് നോക്കാം. ഇല്ല സാറേ, ഇല്ല കേട്ടോ, അത് നോക്കണ്ടേ. എന്തിനാണ് പിന്നെ പോലീസ് സ്റ്റേഷന് കോടതിക്ക് എന്തിനാണ്? ഞാൻ എൻ്റെ കോടതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞ്, സത്യം പറഞ്ഞ കോടതിയിൽ എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കോടതി ജഡ്ജി അല്ല ഞാൻ ചോദിക്കട്ടെ, ഇനി എന്തായാലും ഇറങ്ങിപ്പോയി അവര് ഗർഭിണിയാണെന്ന് പറഞ്ഞ ഭാര്യ, എന്താണ് ഇപ്പൊ അജീഷിന്റെ ആവശ്യം എന്താണ് ഇപ്പൊ? എന്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം, കാണണം. പക്ഷെ എൻ്റെ കൂടെ വരില്ല, എനിക്ക് നല്ല ഉറപ്പാണ്. അവളെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞതാ. സത്യം അത്രയും മനോവിഷമമുണ്ട് എനിക്ക്. വന്നു കഴിഞ്ഞ് കുടി കാലം നിർത്തി പഴയ പോലെ തിരിച്ചു വരുമോ? കുടിയല്ല, ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഒന്നുമില്ല. അമ്മയോട് ചോദിച്ചു നോക്ക്, ഞാൻ ഇപ്പൊ 2 മാസം കൊണ്ട് ഞാൻ കുടിയില്ല, തേങ്ങയില്ല. സത്യം പറഞ്ഞു ഇന്ന് ഞാൻ കുടിച്ചു. ഇല്ലെന്നല്ല, മെനിങ്ങാന്ന് എന്തോ സ്റ്റേഷനിൽ പോയപ്പോ ഒന്നും പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മെനിങ്ങാന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്.